എല്ലാ പ്രിയമുള്ളവർക്കും ഫാർമാടെക് മരുന്നറിവുകളിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പാൻറ്റോപ്രസോൾ എന്ന മരുന്നിനെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങൾ, ഉപയോഗങ്ങൾ എന്നിവയെക്കുറിച്ചുമാണ്. സാധാരണയായി നമുക്ക് വയറുവേദനയോ അതുപോലെയുള്ള അസ്വസ്ഥതകൾ വരുമ്പോൾ നാം ഡോക്ടറെ കാണുകയും ഡോക്ടർമാർ പതിവായി എഴുതിത്തരുന്ന ഒരു മരുന്നാണല്ലോ പാൻറ്റോപ്പ്. ഈ പാൻറ്റോപ്പ് ടാബ്ലറ്റായും ഇഞ്ചക്ഷനായും ലഭ്യമാണ്. അത് നിങ്ങൾക്കറിവുള്ളതാണ്. സാധാരണയായി പാൻറ്റോപ്രസോൾ 20 മില്ലിഗ്രാമും 40 മില്ലിഗ്രാമും അളവിലാണ് ലഭ്യമാകുന്നത്. ഇനി എന്തിനാണ് ഈ പാൻറ്റോപ്രസോൾ കഴിക്കുന്നത്, എന്താണ് ഇതിൻ്റെ പ്രവർത്തനമെന്ന് നോക്കിയാലോ. പാൻറ്റോപ്രസോൾ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ആണ്, അഥവാ H+K+ATPase എൻസൈമിൻ്റെ ഒരു ഇൻഹിബിറ്റർ. അതിനെ ആ പ്രവർത്തനത്തെ തടയുന്ന ഒരു സാധനമാണ്. ഇനി എന്താണ് ഇതുകൊണ്ടുള്ള ഉപയോഗം, പ്രോട്ടോൺ പമ്പിൻ്റെ ആവശ്യകത എന്താണെന്ന് നോക്കിയാലോ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെല്ലാം ആസിഡ് ആവശ്യമാണ്, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആവശ്യമാണ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണയായി മാംസാഹാരങ്ങൾ ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള റെനിൻ എന്ന എൻസൈം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ആസിഡ് ആവശ്യമാണ്. പക്ഷേ ഈ ആസിഡിൻ്റെ അമിതമായ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് മൂലം നമുക്ക് വയറിനകത്ത് പൊളിച്ചു തേട്ടലും എരിച്ചിലും അസ്വസ്ഥതകളും ഉണ്ടാക്കാം. ചിലപ്പോൾ അത് ആമാശയ ക്യാൻസറിലേക്ക് വരെ എത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണയായി ഈ ഗുളികയുടെ പ്രവർത്തനം നടക്കുന്നത് ആമാശയത്തിനുള്ളിലെ വിവിധ പാളികളിലാണ് ഈ ഗുളികയുടെ പ്രവർത്തനം നടക്കുന്നത്. ഈ ഗുളിക സാധാരണയായി എൻഡറിക് കോട്ടഡ് ടാബ്ലറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ വരുന്നതാണ്. അതായത് നമ്മുടെ ആമാശയത്തിലുള്ള ആസിഡിൽ നശിച്ചു പോകാത്ത തരത്തിലുള്ള കോട്ടിങ്ങുള്ള ഗുളികകളാണ് നാം എൻഡറിക് കോട്ടഡ് ടാബ്ലറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്നാൽ ഒന്ന് ജേർഡാണ്, അതായത് ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ റിഫ്ലക്സ് ഡിസീസ്, അതായത് നെഞ്ചിരിച്ചിൽ, പുളിച്ചുതെകട്ടിൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ മൂലമുള്ള വിഷമം അനുഭവിക്കുന്നവർക്കാണ് ഈ പാൻറ്റോപ്രസോൾ ആദ്യമായി കൊടുക്കുന്നത്. രണ്ടാമത്തത് പെപ്റ്റിക് അൾസറിനും ഇത് ഉപയോഗിക്കാറുണ്ട്. ആമാശയ അൾസർ, കുടലിലെ അൾസർ തുടങ്ങിയ അൾസറിന് വേണ്ടിയും ഈ പാൻറ്റോപ്രസോൾ കൊടുക്കാറുണ്ട്. ഇനി മറ്റൊരെണ്ണം സോളിഞ്ചർ എലിസൺ സിൻഡ്രോം എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് അമിതമായി ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് മൂലം ഭയങ്കര അസ്വസ്ഥതയുണ്ടാകും, നിങ്ങൾക്കൊക്കെ അറിയാം. അതുപോലെ തന്നെ നാം സ്ഥിരമായി വേദന സംഹാരികളുടെ കൂടെയും ഈ പാൻറ്റോപ്രസോൾ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു ഗ്യാസിൻ്റെ ഗുളിക കഴിക്കാറുണ്ട്. വേദന സംഹാരികൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വളരെയധികം ആസിഡ് ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് NSAID വിഭാഗത്തിൽ വരുന്ന വേദന സംഹാരികൾ കഴിക്കുമ്പോൾ. അതിനു മുമ്പും നാം ഈ പാൻറ്റോപ്രസോൾ കഴിച്ചിട്ടാണ് കഴിക്കേണ്ടത്. പാൻറ്റോപ്രസോൾ അതിൻ്റെ കൂടെ തന്നെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സിൽ വരുന്ന പാൻറ്റോപ്രസോൾ, ഒമീപ്രസോൾ, ഇസോമിപ്രസോൾ, റാബിപ്രസോൾ തുടങ്ങിയ ഗുളികകളെല്ലാം ഈ വിഭാഗത്തിൽ വരുന്ന ഇതിലേതെങ്കിലും ഒരു ഗുളിക കഴിക്കാറുണ്ട്. പക്ഷേ ഈസി ആയിട്ട് നമുക്ക് ലഭ്യമാകുന്നത് പാൻറ്റോപ്രസോളും ഒമീപ്രസോളുമാണ്. മറ്റൊന്ന് H. പൈലോറി രോഗാണു മൂലമുള്ള അണുബാധ ചികിത്സയ്ക്ക് ആൻറ്റിബയോട്ടിക്കുകളുടെ കൂടെ ഈ പാൻറ്റോപ്രസോളും കൊടുക്കുന്നതായി കാണാറുണ്ട്. ഇനി ഈ സാധാരണയായി പാൻറ്റോപ്രസോളിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു. നമ്മുടെ നെഞ്ചിരിച്ചിലിനും പുളിച്ചുതെകട്ടലിനും അതുപോലെ തന്നെ അസ്വസ്ഥതകൾക്കും, പിന്നെ നല്ല ലൂസ് ടൂൾ പോകുന്നവർക്കും പാൻറ്റോപ്രസോൾ നന്നായി വയറിളക്കം ഉണ്ടാകുന്ന അവസരത്തിലും പാൻറ്റോപ്രസോൾ കൊടുക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ പാൻറ്റോപ്പ് ചെറുതായ ഒരു മലബന്ധം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഇനി പാൻറ്റോപ്രസോൾ സാധാരണയായി നമുക്ക് തലവേദന, ഓക്കാനം, ഛർദി, വയറിനകത്ത് തന്നെ ഡിസ്കംഫർട്ട് മാറ്റുമെങ്കിലും അസ്വസ്ഥത മാറ്റുമെങ്കിലും ചില ആൾക്കാരിൽ ഈ അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. ഇനി ദീർഘകാലമായി ഉപയോഗിച്ചാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത് വൈറ്റമിൻ B12 അപര്യാപ്തത ഉണ്ടാക്കാറുണ്ട്. പാൻറ്റോപ്രസോൾ ദീർഘകാലം ഉപയോഗിച്ചാൽ വൈറ്റമിൻ B12 അപര്യാപ്തത ഉണ്ടാക്കാറുണ്ട്. മറ്റൊരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാൽഷ്യം ആഗിരണം ചെയ്യില്ല. കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ, ആഗിരണം കുറച്ച് അസ്ഥികളും എല്ലുകളും പൊടിയും. അതുപോലെ തന്നെ മഗ്നീഷ്യത്തിൻ്റെ അളവിൽ കുറവ് വരും. അതുപോലെ തന്നെ വൃക്കകളുടെ തകരാറ് സംഭവിക്കാം. ദീർഘകാലമായി പുതിയ പഠനം പറയുന്നത് പാൻറ്റോപ്രസോളിൻ്റെ ഉപയോഗം അധികമായാൽ വൃക്കകൾ തകരാറിലാകും. അതുകൊണ്ട് സ്ഥിരമായി പാൻറ്റോപ്രസോൾ കഴിക്കുന്നവർ സൂക്ഷിക്കുക. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി.